അപ്പോൾ ഞങ്ങൾ മൂകാംബിക ട്രിപ്പിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങളൊരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചു. അതിന് നേരെ താഴെ മുല്ലപ്പൂ ഷോപ്പ് ഉണ്ടാകുന്നു, അവിടെ പോയി ഒരു മുല്ലപ്പൂ വാങ്ങി. അതിന് ശേഷം ഞങ്ങൾ ദേവിയെ കാണാൻ വേണ്ടി നേരെ നടന്നു കേട്ടോ. അവിടെ പോയപ്പോൾ അതിൻ്റെ ഉമ്മറത്തുണ്ട് ഇതേപോലെ പൂവും താമരപ്പൂവൊക്കെ വെച്ചിട്ടൊരു ഇതിരിക്കണം. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരെ പറഞ്ഞത് ഇവിടെ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണിത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അതൊരു പാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ ദേവിക്ക് സമർപ്പിച്ചിട്ടു. പിന്നെ ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് തോന്നുന്നു, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങളൊരു 5:30-6 മണിക്കൊക്കെ ടൈമിലാണ് അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തൊന്ന് സെറ്റാക്കി മാളുവിൻ്റെ. അതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പോണേൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേജുട്ടിൻ്റെ വിദ്യാരംഭത്തിന് വേണ്ടിയിട്ടാണോ, അവനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എഴുത്തിനിരുത്താൻ വേണ്ടി വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു, 2-3 ഫാമിലി ഉണ്ടായിരുന്നു. മറ്റേ ചില സമയങ്ങളിൽ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടെന്ന് അവിടെ പറയുന്നത് കേട്ടു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ 3-4 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പൂജാരി ഓരോ ചൊല്ലി പറഞ്ഞു തന്നു, അതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. അതിന് ശേഷം പിന്നെ എഴുതാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ അരിമണിയൊക്കെ തന്നു. അതിൽ ഓം ഹരിശ്രീ ഓം നമശിവായ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതി. അങ്ങനെ തേജുട്ടിൻ്റെ വിദ്യാരംഭം ആരംഭിച്ചു കേട്ടോ. ഇനി അങ്ങോട്ട് പഠിത്തത്തിൻ്റെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. അതിന് ശേഷം അവിടെ ഉള്ള ഒരു ഏട്ടനെ കൊണ്ട് ഞങ്ങൾ നല്ല 2 ഫാമിലി ഫോട്ടോസ് എടുപ്പിച്ചു. അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ അതിൻ്റെ മുന്നിൽ തന്നെയുള്ള ഷോപ്പിൽ നിന്ന് ഇതേപോലെ ചായ കുടിച്ചു. ചായയും പിന്നെ മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടോ. പിന്നെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സംശയമായിരുന്നു കേട്ടോ. കാരണം പ്രസാദം കയ്യിൽ കിട്ടിയില്ല. അപ്പോഴാണ് അവിടുന്ന് ഒരു കവർ കിട്ടിയത്. നമ്മൾ ഇവിടെ നാട്ടിലൊക്കെ അങ്ങനെ കയ്യിൽ പ്രസാദം തരില്ലേ ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. തീർത്തൊക്കെ ഇതേപോലെ ഒരു കുപ്പിയിൽ. അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് അവിടുത്തെ ലഡു. അതേപോലെ ഏറ്റവും വലിയ ലഡു ഇവിടെ നല്ല വലിപ്പമുണ്ടായ ലഡു. അതിന് ശേഷം ഞങ്ങൾ അതിന് കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. 2-3 റീൽസൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് ഉച്ചയായപ്പോൾ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ലൊരു സാധാ ഒരു ഊണ് കേട്ടോ, വലിയ ഇതൊന്നുമില്ല, സാധാ ഒരു ഊണും കഴിച്ച് അങ്ങനെ ഞങ്ങൾ മൂകാംബികയുടെ ടാറ്റ പറഞ്ഞു പോന്നു.